നടുക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഉണ്ണിമുകുന്ദൻ ബി.ജെ.പി. വിട്ടു എന്ന്. അതായത് ഞാൻ 2, 3 തെളിവ് വെച്ച് തരാം. ആ തെളിവ് കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാവും. ഉണ്ണിമുകുന്ദൻ ബി.ജെ.പി. വിട്ടു എന്ന്. ഞാൻ ഇപ്പളും ഒരു കാര്യം പറയുകയാണ്. 100ൽ 100% ഉണ്ണിമുകുന്ദൻ ബി.ജെ.പി. വിട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിലവിൽ സംഘപരിവാർ ഉണ്ണിമുകുന്ദൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവൊക്കെ ഞാൻ വെച്ച് തരാം. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഉണ്ണിമുകുന്ദനെ കുറിച്ചിട്ട് ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതും വലിയ വൈറലാണ്. ഉണ്ണിമുകുന്ദനും ഷാഫിക്ക എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതും വിവാദമല്ല, സംഘപരിവാർ അതിനെ വിവാദമാക്കിയിട്ടുണ്ട്. വിഷയത്തിലേക്കൊക്കെ വരാം. ആദ്യം നിങ്ങൾ ഈ ഒരു കമന്റ് കാണണം. അതായത് ഉണ്ണി വൈ ആർ യു സപ്പോർട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്, അതായത് എന്തിനാണ് ഉണ്ണിയെ നീ കോൺഗ്രസിലേക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കുറേ സംഘികൾ കമന്റ് ഇടുന്നത്. ചില സംഘികൾ സമനില തെറ്റിയിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഞാൻ പറയുന്നില്ല അത്രയും വൃത്തികെട്ട രീതിയിലാണ് കമന്റ് ഇടുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരിപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ചോയ്സ് അല്ലേ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടെങ്കിലും CPM-ലേക്ക് പോകുന്നുണ്ടെങ്കിലും BJP-യിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിനെന്തിനാണ് ഉണ്ണിമുകുന്ദൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യം പറയുകയാണ്, നല്ല രീതിക്ക് പല്ലുവേദനയാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു പല്ലെടുത്തിട്ടാണ് വന്നത്. നല്ല വേദനയുണ്ട്. സഹിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഉണ്ണിമുകുന്ദൻ BJP-ക്ക് പോയതിൻ്റെ BJP വിട്ടതിൻ്റെ ചില തെളിവുകൾ ഞാൻ പുറത്തുവിടക്കാം. ഞാൻ ഉണ്ണിമുകുന്ദൻ 100ൽ 100% BJP വിട്ടു എന്നൊന്നും പറയുന്നില്ല. ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ടീം UDF തൂക്കി എന്ന് പറഞ്ഞിട്ട് UDF ജയിച്ചപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരു പോസ്റ്റ് ഇടുന്നു. ചില സംഘികൾക്ക് അപ്പം തന്നെ കുരുപൊട്ടി. ഉണ്ണിമുകുന്ദൻ എന്തിനാണ് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്നത്? അത് ചില സംഘികളൊക്കെ അത് സഹിച്ചു. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വീണ്ടും ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന പോസ്റ്റ് ഇടുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ വായിച്ചു തരുന്നില്ല. നിരവധി കമന്റാണ് ഉണ്ണിമുകുന്ദന് നേരെ വരുന്നത്. പോരാത്തതിന് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ണിമുകുന്ദൻ നിന്ന ഫോട്ടോ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിക്കൊപ്പം എടുത്ത ആ ഒരു ഫോട്ടോ അങ്ങ് എടുക്കുകയാണ്. പിന്ന് ചെയ്ത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പിന്ന് ചെയ്തിട്ടില്ല. അതായത് ഉണ്ണിമുകുന്ദൻ 100ൽ 100% BJP വിട്ടു എന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. സംഘപരിവാറിനാകെ തലവേദനയാണ്. എൻ്റെ പൊന്നു സംഘികളോട് ഒരു കാര്യം പറയുകയാണ്. ഇവിടെ കൂടിപ്പോയാൽ ഇപ്പോൾ ജീവിക്കുന്നു 60 വയസ്സോ 70 വയസ്സോ 75 വയസ്സോ അതിനുള്ളിൽ മരണപ്പെടുകയാണ് എൻ്റെ പൊന്നു സംഘികളെ. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വർഗീയത? ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്തിനാണ് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നത്? നമ്മളെല്ലാവരും ഒന്നല്ലേ? ഹിന്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒന്നല്ലേ പൊന്നു സംഘികളെ? പൊന്നാര സംഘികളെ, ഒരു കാര്യം പറയാം. നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. എല്ലാം പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണ്. അങ്ങനെ വിചാരിച്ചാൽ മതിയല്ലോ എൻ്റെ പൊന്നു സംഘികളെ. എന്തിനാണ് അടിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഉണ്ണിമുകുന്ദൻ പാർട്ടി വിട്ടു എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. നമ്മുടെ ഷാഫി പറമ്പിൽ ഉണ്ണിമുകുന്ദനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഉണ്ണിമുകുന്ദൻ ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആരെയാണ് ഉണ്ണിമുകുന്ദൻ ഇഷ്ടം? നിങ്ങൾ ഈ ഒരു ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം. ഓക്കെ. പൊളിറ്റീഷ്യൻസിൽ ആരെ ഏറ്റവും ഇഷ്ടം? ദേശീയ തലത്തിലും നമ്മുടെ കേരളത്തിലും പറയാം. ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ബുക്കിൽ ഹി വാസ് ഓൾസോ എ പോയിറ്റ്. ഐ ന്യൂ ഹിം ആസ് എ പോയിറ്റ്. പിന്നീട് ഐ അണ്ടർസ്റ്റുഡ് പുള്ളി പൊളിറ്റീഷ്യൻ. ഞാൻ പാർലമെൻ്ററി സെഷൻസ് ആദ്യമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് പുള്ളിയുടെ ആയിരുന്നു. എനിക്ക് പ്രമോദ് മഹാജനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കേരളത്തിൽ എനിക്ക് ഷാഫിനെ ഭയങ്കര ഇഷ്ടം. ഇത് കേട്ടിട്ട് ഇത് കുറച്ച് പഴയതാണ്, പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ പൊങ്ങി വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പാർട്ടി വിട്ടു എന്ന് പറയുന്ന ചില പോസ്റ്ററുകളൊക്കെ ഞാൻ കാണാൻ ഇടയായി. പാർട്ടി വിട്ടു എന്ന് കൺഫേം ആയിട്ടല്ല, ഈ ഒരു ഉണ്ണിമുകുന്ദൻ എന്തിന് UDF-ന് സപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ എന്തിന് പോയി, എന്താണ് പ്രശ്നമെന്ന്. അതിൻ്റെ പ്രധാന 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ പൊന്നു ഉണ്ണിമുകുന്ദനോട് ഒരു കാര്യം പറയുകയാണ്. ഉണ്ണിമുകുന്ദ, നീ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ണിമുകുന്ദന് കോൺഗ്രസും വേണ്ട, CPM വേണ്ട, BJP വേണ്ട. ഉണ്ണിമുകുന്ദനെ പോലുള്ള നല്ലൊരു നടനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്ത് വലിയൊരു കഴിവുള്ളവനാണ് അല്ലേ? എന്ത് നല്ലൊരു ആക്ടറാണ്. ഇങ്ങനെയുള്ള നേതാവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള നല്ല നടന്മാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ആ സുരേഷ് ഗോപിയെ നോക്കി എത്ര ഫാൻസ് ആയിരുന്നു സുരേഷ് ഗോപിക്ക്. ചാണകത്തിൽ ചവിട്ടിയതിന് ശേഷം ആരെങ്കിലും സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഉണ്ണിമുകുന്ദൻ തെറ്റ് മനസ്സിലാക്കി തെറ്റ് തിരുത്തിയത് നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി നല്ല സന്തോഷമാണുള്ളത്. നോക്കൂ, ഉണ്ണിമുകുന്ദനോട് പറയുകയാണ്, നിനക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് ഷാഫി പറമ്പിലിനെയാണ് ഇഷ്ടം. നോക്കൂ, സംഘപരിവാർക്ക് സംഘികൾക്ക്
ഏറ്റവും വലിയ ശത്രു ആരും സംഘികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ പേരാണ്. ആ ഷാഫി പറമ്പിലിനെയാണ് എനിക്കിഷ്ടമെന്ന് ഈ പറയുന്ന ഉണ്ണിമുകുന്ദൻ പറയുമ്പോൾ ആരെങ്കിലും പൊറുക്കോ? സംഘികൾ പൊറുക്കോ? ഇപ്പം തന്നെ സംഘികൾ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഉണ്ണിമുകുന്ദനെ കുറിച്ചിട്ട് ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, വേണ്ടി കൈയടിക്കുന്ന കണ്ടു. എൻ്റെയും പുള്ളിയുടെയും ശരീരം ഏതാണ്ട് ഒരുപോലെയാണ്. പുള്ളി ഷർട്ട് അഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കാണുന്നതാണ്. എൻ്റെ ശരിക്ക് അത് ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കാത്ത, എൻ്റെ സിക്സ് പാക്ക് ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കാത്തതാണ്. നിങ്ങൾ മാളികപ്പുറത്തിലെ ദൃശ്യങ്ങൾ കണ്ടപ്പം ഉണ്ണിക്ക് വേണ്ടി കൈയടിക്കുന്ന കണ്ടു. ഇനിയിപ്പോൾ ഞാനും കൂടെ പറയാം, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, പാലക്കാട് നിന്ന് ഒറ്റപ്പാലംകാരനാണ്. ഒരു കാര്യം, വലിയ സിനിമയിൽ വലിയ ഗോഡ്ഫാദർമാരോ സ്പോൺസർമാരോ ഒന്നും ഇല്ലാണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം വഴിവെട്ടി വന്ന പ്രിയപ്പെട്ട ഉണ്ണിക്ക് ഗോകുലത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുക. തെറ്റ് മനസ്സിലാക്കി ഉണ്ണിമുകുന്ദൻ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ് ഞാൻ. ഉണ്ണിമുകുന്ദൻ്റെ പഴയൊരു പ്രസംഗം ഞാൻ വെച്ച് തരാം, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ബിക്കോസ് കാര്യം കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങൾ, വേറെ മതത്തിൽ ഉള്ള വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികൾ അവരുടെ ആചാരങ്ങൾ അവരുടെ ദൈവങ്ങളെയും ആർക്കും ഒന്നും പറയാൻ ഒരു ധൈര്യം പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ള രീതിയിലുള്ള നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഈ കാണുന്ന ഉത്സവങ്ങളും അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന നമ്മളെല്ലാവരും അല്ലെങ്കിൽ അജിതേട്ടൻ ഇപ്പോൾ ഈ അമ്പലത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞെല്ലാം വെറും ഒരു പ്രഹസനമായി മാറും. ഇത്രയും ചെലവ് നടത്തിയിട്ട് ഈ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥമില്ല. ബിക്കോസ് നിങ്ങളുടെ കൺമുന്നിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞു പോയാൽ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആണെന്ന് ഈ പറയുന്നവർക്ക് എന്തും പറയാം. അത് തെറ്റൊന്നുമില്ല. ഞാൻ അതിനെ ബിക്കോസ് നമുക്ക് എല്ലാവർക്കും എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ്. എന്നാലും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ഒച്ചത്തിൽ പറയാ. ഇവിടുന്ന് കൈ അടിച്ചിട്ട് തിരുവനന്തപുരത്ത് കേൾക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും ആർക്കും കേൾക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഞാനിത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിതൊരു സിനിമാ നടൻ ഉണ്ണിമുകുന്ദൻ എന്ന് ഒരു വേദി കിട്ടി, ഒരു മൈക്ക് കിട്ടിയത് കൊണ്ട് ഉണ്ണി ഇതൊക്കെ സംസാരിച്ച് പോയി എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. ഞാൻ അജിതൻ പറഞ്ഞതുപോലെ ഞാൻ വളർന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് വിഷമം തോന്നും. ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവിടെയൊക്കെ നടക്കുന്നത് എന്ന് വിഷമം തോന്നും. അതിനേക്കാളും വിഷമാണ് ഈ ഹിന്ദു വിശ്വാസികളുടെ ആറ്റിറ്റ്യൂഡ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ എസ്പെഷ്യലി ഞാൻ ഹിന്ദു വിശ്വാസികൾ എന്ന് വെച്ചാൽ കേരളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷുവറിന് എല്ലാ ഹിന്ദുക്കൾ വിശ്വാസികളല്ല എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ കാരണങ്ങളുണ്ട് ഡെഫിനറ്റായിട്ടും. നമുക്കിത് മറ്റുള്ളവരാരെയും എന്താ പറയുക വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നുമില്ല. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. വീട്ടിൽ പോയിട്ട് കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിലൊരു ഗണപതിയുടെ ഭഗവാന്റെ ഒരു ചിത്രം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഘ്നങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി തരണേന്ന് പറയുന്നത് ഒരു മര്യാദയുടെ പേരിലെങ്കിലും പുള്ളി ഇല്ല എന്ന് ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു വർത്തമാനങ്ങൾ വരുമ്പോൾ പുള്ളിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ സംസാരിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അജിതേട്ടൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഉണ്ണി എന്ന് വരണം എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി വന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. ദൈവമുണ്ടോ എന്ന് എന്നോട് പലപ്പോഴും പല സാഹചര്യത്തിൽ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഉണ്ണി ദൈവമുണ്ടോ, എന്തിനാണ്. ഞാൻ പണ്ടൊരു ഹനുമാൻ ജയന്തി സമയത്ത് ഞാൻ ജിമ്മൊക്കെ പോകുന്ന ഒരാളാണ്. എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടിരിക്കണം. പ്രായം കൂടുന്തോറും ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ആക്ഷനൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ തന്നെ ഡ്യൂപ്പില്ലാതെ എൻ്റെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമി ഭക്തനും കൂടിയാണ്. അപ്പോൾ ഹനുമാൻ ജയന്തിക്ക് ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ സുഹൃത്തും എൻ്റെ കൂടെ അഭിനയിച്ച ഒരു ചേട്ടൻ വന്നിട്ട് ഈ ഹനുമാൻ സ്വാമി നിൻ്റെ കൊറോണയെ മാറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മറുപടിക്ക് വിവാദങ്ങളുണ്ടായി. ഞാൻ പിന്നീട് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ വലിയൊരു വക്താവ് എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ദൈവമുണ്ടെന്ന്.
പക്ഷെ ദൈവം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ തൂണിലും തുരുമ്പിലുമുണ്ട് ദൈവം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ സയൻസ് അല്ലെങ്കിൽ ഭയങ്കരമായ ടെക്നോളജി നിറഞ്ഞു നിൽക്കുന്ന ഈ യുഗത്തിൽ ചിലപ്പോൾ തൂണിലും തുരുമ്പിലും ഹനുമാൻ സ്വാമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കേൾക്കുന്ന ആൾക്ക് ചിരി വരും. അതുപോലെ തന്നെ അമ്പലത്തിൽ കല്ലുകൾ മാത്രമേ ഉള്ളൂ, ഇത് ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ ഈ ദൈവം ഒരു സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ആരൊക്കെ വന്ന് നമ്മളെന്ന് സഹായിക്കും, നമ്മളവിടുന്ന് പുറത്തു വരും എന്ന് പറയാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ചങ്കൂറ്റം കാണിച്ചൊരു കാര്യമാണെന്ന് പറയുന്നത് ഞാനൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഇത് സാധാരണ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ദൈവങ്ങളും അമ്പലങ്ങളൊക്കെ ഉള്ള നാട് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ മടിക്കരുത്. അത് അങ്ങനെ സംസാരിക്കാൻ പോകാൻ നിങ്ങൾക്ക് ചങ്കൂറ്റത്തിൻ്റെ ആവശ്യവുമില്ല. ഇതെല്ലാം സാധാരണ ഒരു വിശ്വാസം ദൈവങ്ങളിലും അല്ലെങ്കിൽ നമ്മളെന്താ പറയുക പോലെ ലൈഫിൽ മാജിക്കിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. ഈ പരിപാടികൾ കുറച്ചും കൂടി ആവേശത്തോടെ കുറച്ചും കൂടി ആർഭാടത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ.